ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാഹ് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് നല്ല ചൂടായിട്ടുണ്ട് ഇല്ലേ? ഇപ്പോൾ നല്ല ചൂടാണ്, പുറത്തും അകത്തും ഒക്കെ നല്ല ചൂടാണ്. മഴക്കാറുണ്ടെങ്കിലും മഴ അങ്ങനെ അങ്ങോട്ട് ആയിട്ടുമില്ല അല്ലേ? അപ്പോൾ ഈ ചൂട് കാലത്ത് അതിനൊക്കെ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പടച്ച റബ്ബ് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. അതിലൊന്നാണ് കേട്ടോ ഈ പൊട്ട് വെള്ളരി. ഇതെല്ലാ വഴിക്കും അങ്ങനെ കാണുന്ന ഒരു സംഭവമല്ല. ഇത് ഈ തൃശ്ശൂർ ഏരിയയിലൊക്കെ ആണെന്ന് തോന്നുന്നു കൂടുതൽ കാണാറുള്ളൂ. നമ്മളിവിടങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു പൊട്ട് വെള്ളരി വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ജ്യൂസ് അടിക്കണത് എങ്ങനെയാണെന്നാണ് കേട്ടോ. ഇതങ്ങനെ മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല വെള്ളത്തിൻ്റെ അംശമുള്ളതാണേ. ഇതിങ്ങനെ പഴുത്ത് വരുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരും. അതാണെന്ന് തോന്നുന്നു ഇതിന് പൊട്ട് വെള്ളരി എന്ന് പേര് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. അതിൻ്റെ കുരു ഇട്ടാലും കുഴപ്പമില്ല, എന്നാലും കുരു ഞാൻ മാറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ടീസ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കോരി കോരി അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് ഇങ്ങനെ മിക്സിയിൽ അടിക്കണവരെയും കണ്ടിട്ടുണ്ട്. ഇത് മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കയ്യിൽ വെച്ച് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി, അപ്പം തന്നെ ഉടഞ്ഞ് പോയിക്കോളൂ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒരു തുണ്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാവുന്നതുള്ളൂ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ഫസ്റ്റ് പാല് മാത്രം വേണ്ടോ, സെക്കൻഡ് പാലൊന്നും വേണ്ട. ഫസ്റ്റ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കട്ടിയുള്ള ഫസ്റ്റ് പാൽ. ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയൊരു പൊട്ട് വെള്ളരി ആയിരുന്നു. ഒരു തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സാക്കി ഒന്ന് അങ്ങനെ ഉടച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 5 അച്ച് ശർക്കരയുടെ പാനി വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര തന്നെ ആവശ്യമുള്ളൂ. ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജ്യൂസ് റെഡിയായി. ഈ ഒരു ചൂടിനൊക്കെ ഇത് കുടിക്കുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ശരീരത്തിന് നല്ല വെള്ളത്തിൻ്റെ ആ ഒരു ഇതുണ്ടായിരിക്കും. പിന്നെ ഞാനിതിങ്ങനെ പൊട്ട് വെള്ളരി എന്നൊക്കെ നമ്മളിവിടങ്ങളിൽ ഈ തൃശ്ശൂർ ഏരിയയിൽ തന്നെ ആണെന്ന് തോന്നുന്നു ഇതിങ്ങനെ കൂടുതൽ കാണുള്ളൂ. കൊടുങ്ങല്ലൂർ, വാടാനപ്പള്ളി ആ ഒരു ഏരിയയിലാണ് കേട്ടോ അതിങ്ങനെ കണ്ടിട്ടുള്ളത്. മറ്റുള്ള ജില്ലകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു അറിവാണ് ഈ പറയണത്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളടുത്തുള്ളൊരു ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ കൊടുങ്ങല്ലൂർ ഏരിയയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളൂ. പണ്ടൊക്കെ നമ്മളിവിടെ തൃശ്ശൂരാണെന്നുണ്ടെങ്കിലും കൊടുങ്ങല്ലൂർ ഏരിയയ്ക്ക് പോയി കഴിഞ്ഞാലാണ് ഇത് കിട്ടുക. അപ്പോൾ നമ്മളിത് എയർപോർട്ടിലൊക്കെ പോയി വരുമ്പോൾ ഉള്ളതാണിത് വാങ്ങിക്കാറുള്ളത്. അല്ലാണ്ട് അതിനായിട്ടൊന്നും നമ്മൾ അങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ മേടിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കും, ഇങ്ങനെ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താ കൊടുങ്ങല്ലൂർ മാത്രം എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ കൊടുങ്ങല്ലൂർ അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ ഭരണിക്ക് കുറേ ആൾക്കാരൊക്കെ വരും. അപ്പോൾ അതിനായിട്ട് അവിടുത്തെ അമ്മ കനിഞ്ഞ് നൽകിയതാണ് ഈ ഒരു പൊട്ട് വെള്ളരി എന്നൊക്കെ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ. ചിലപ്പോൾ ശരിയായിരിക്കാം, കാരണം അവിടെ ആ ഒരു കൊടുങ്ങല്ലൂർ ഏരിയയിൽ മാത്രമാണ് ഇതിങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളത്. തന്നെ ആയിരിക്കും തോന്നുന്നു, ശരിക്കും അറിയില്ല കേട്ടോ. ആ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നാണേ. അങ്ങനെ ദേ വർത്തമാനത്തിൻ്റെ ഇടയിൽ ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.